വരാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഉത്തർപ്രദേശ് ഭരിക്കുക? താജ ഒപ്പീനിയൻ പോൾ സർവേ ഉത്തർപ്രദേശിലെ 75 ജില്ലകളിലായി 18 ഡിവിഷനുകളിൽ ഓരോ ഡിവിഷനുകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യം നോക്കുന്ന ഡിവിഷൻ വാരണാസി ഡിവിഷനാണ്. വാരണാസി ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 16 സീറ്റുകൾ വരെ BJP സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് BSPയും 2 സീറ്റുകൾ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ സഹാരൻപൂർ ഡിവിഷനാണ്. സഹാരൻപൂർ ഡിവിഷനിൽ 15 സീറ്റുകളാണുള്ളത്. 15 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ SP സഖ്യവും 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSPയും മറ്റൊരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ബറേലി ഡിവിഷനാണ്. ബറേലി ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 12 സീറ്റുകൾ വരെ BJP RLD സഖ്യമായ NDA സഖ്യവും 1 സീറ്റ് BSPയും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അസംഗഡ് ഡിവിഷനാണ്. അസംഗഡ് ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 15 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യവും 5 സീറ്റുകൾ വരെ BJP RLD സഖ്യമായ NDA സഖ്യവും 3 സീറ്റുകൾ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ പ്രയാഗ്രാജ് ഡിവിഷനാണ്. പ്രയാഗ്രാജിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 16 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അലിഗഡ് ഡിവിഷനാണ്. അലിഗഡ് ഡിവിഷനിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ SP സഖ്യവും 8 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ആഗ്രയാണ്. ആഗ്ര ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ SP സഖ്യവും 13 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ചിത്രകൂട് ഡിവിഷനാണ്. ചിത്രകൂടിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ SP സഖ്യവും 12 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ദേവിപട്ടൺ ഡിവിഷനാണ്. ദേവിപട്ടൺ ഡിവിഷനിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 13 സീറ്റുകൾ വരെ SP സഖ്യവും 5 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ സെറ്റിൽമെന്റ് ബോർഡ് ഡിവിഷനാണ്. സെറ്റിൽമെന്റ് ബോർഡിൽ 17 സീറ്റുകളാണുള്ളത്. 17 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ SP സഖ്യവും 4 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ഝാൻസി ഡിവിഷനാണ്. ഝാൻസി ഡിവിഷനിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ SP സഖ്യവും 9 സീറ്റുകൾ വരെ BJP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ്. കാൺപൂർ ഡിവിഷനിൽ 20 സീറ്റുകളാണുള്ളത്. 20 സീറ്റുകളിൽ 9 സീറ്റുകൾ വരെ SP സഖ്യവും 9 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ലക്നൗ ആണ്. ലക്നൗ ഡിവിഷനിൽ 34 സീറ്റുകളാണുള്ളത്. 34 സീറ്റുകളിൽ 12 സീറ്റുകൾ വരെ SP സഖ്യവും 19 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മിർസാപൂർ ഡിവിഷനാണ്. മിർസാപൂർ ഡിവിഷനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ SP സഖ്യവും 8 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ഗോരഖ്പൂർ ഡിവിഷനാണ്. ഗോരഖ്പൂർ ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 10 സീറ്റുകൾ വരെ SP സഖ്യവും 14 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മീററ്റ് ഡിവിഷനാണ്. മീററ്റ് ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 16 സീറ്റുകൾ വരെ SP കോൺഗ്രസ് സഖ്യവും 9 സീറ്റുകൾ വരെ BJP സഖ്യവും
3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ്. മൊറാദാബാദ് ഡിവിഷനിൽ 25 സീറ്റുകളാണുള്ളത്. 25 സീറ്റുകളിൽ 16 സീറ്റുകൾ വരെ SP സഖ്യവും 6 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അയോധ്യ ഡിവിഷനാണ്. അയോധ്യ ഡിവിഷനിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 14 സീറ്റുകൾ വരെ SP സഖ്യവും 11 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 403 സീറ്റുകളിൽ SP കോൺഗ്രസ് സഖ്യമായ ഇന്ത്യ സഖ്യം 184 സീറ്റുകൾ വരെയും NDA സഖ്യം 179 സീറ്റുകൾ വരെയും BSP സഖ്യം 8 സീറ്റുകൾ വരെയും മറ്റു കക്ഷികൾ 32 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.